ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ രാശി മാറുന്നത് ജൂലൈ മാസം 26-ാം തീയതിയാണ്. ഇടവം രാശിയിൽ നിന്നും ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ്. എന്താണ് ഈ രാശിമാറ്റത്തിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മിഥുനം രാശി, ആ രാശിയുടെ അധിപൻ ബുധനാണ്. ആ ബുധൻ്റെ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. ശുക്രൻ തനിക്ക് സമനായി കാണുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം 12 രാശികളിൽ വരുന്ന ഒരു 6 രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നൽകും. ശുക്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ലൗകിക ജീവിതത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഗ്രഹമാണ്. ശുക്രൻ ശുഭനാണെങ്കിൽ, അതുപോലെ നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ലൗകിക ജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും നമുക്ക് ലഭിക്കും. മനസ്സിനും ശരീരത്തിനും സുഖം, സന്തോഷം ലഭിക്കും. നല്ല ആരോഗ്യമുണ്ടാകും. നല്ല ധനവരുമാനം, പണം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ വിട്ടുമാറും. ദാമ്പത്യ സുഖം ലഭിക്കും. അതുപോലെ സുഖസൗകര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയം, നല്ല വിവാഹം നടക്കും. ഇങ്ങനെ ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനവൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ മാറുന്നതിന് ഒരു നല്ല സമയം വന്നു കഴിയുമ്പോൾ വളരെ പെട്ടെന്നാണ് ഓരോ തരത്തിലുള്ള മാറ്റങ്ങളും അനുഭവത്തിൽ വരിക. ഒരു നന്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഒരുപാട് വർഷങ്ങളുടെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെയോ ആവശ്യമില്ല. ഒരു നിമിഷം മതി ജീവിതത്തിൽ ഒരു നന്മ ലഭിച്ച് മുന്നോട്ട് പോകുവാനും. ശുക്രൻ്റെ മിഥുനം രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം ഒരു 6 രാശികളിൽ വരുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ, മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന തരത്തിലാണ്. ഇവിടെ പറയുന്നത് ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൻ്റെ ഒരു പൊതുഫലമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ സ്വന്തം ജനനജാതക പ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ നോക്കണം. ശുക്രൻ നിങ്ങളുടെ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നറിയണം. ഇപ്പോൾ ശുക്രദശ നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ എന്നൊക്കെ മനസ്സിലാക്കുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പല വ്യക്തികളും ഈ യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. ഈ ശുക്രൻ്റെ രാശിമാറ്റം ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും ഉത്തമമെന്ന് നമുക്ക് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് നൽകുന്ന തരത്തിലാണ്. ഇടവം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. എന്നാൽ ഇടവം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് ശുക്രൻ. ഇങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനസ്ഥാനം, കുടുംബസ്ഥാനം, വാക്സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടം. ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ രാശിയാണ് മിഥുനം. ആ ബുധൻ നിങ്ങളെ സംബന്ധിച്ച് ധനകാരകൻ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ ധനകാരകനായ ബുധൻ്റെ രാശിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇടവരാശിക്കാരെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു സമയമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതിലൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, ധനവരവ്, പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും അത്യുത്തമമായ സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിൽ നിന്നും, പല വ്യക്തികളിൽ നിന്നും, പല സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് പണം തീർച്ചയായിട്ടും വന്നു ചേരും. പണം സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നന്മകൾ വന്നു ചേരുന്ന സമയം, ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കും. കുടുംബത്തിലൊക്കെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം. ശുക്രൻ ലൗകിക ജീവിതത്തിന് ഗുണഫലം നൽകുന്ന ഗ്രഹമായതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച്, അങ്ങനെ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സമാധാനം, സന്തോഷം അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ വിവാഹകാര്യങ്ങൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കും.
ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. ആ ഗ്രഹത്തിൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ പൂർവിക വഴിയിൽ പൂർവികരിൽ നിന്ന് ലഭിക്കേണ്ട ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും ശുക്രൻ മാറ്റിക്കളയും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന സമയമാണ്. എല്ലാ തരത്തിലുള്ള എതിർപ്പുകളും ശത്രുതകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യങ്ങളിലും ഈ ഒരു കാലഘട്ടം വളരെ നേട്ടങ്ങൾ നൽകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, അവർക്ക് ഉയർന്ന ജോലി, ഉയർന്ന പദവി ലഭിക്കുക, വിദേശ ജോലി ലഭിക്കുക, അവരുടെ ഈ ഒരു മുടങ്ങിക്കിടന്നിരുന്ന, നടക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരുപാട് പരിശ്രമങ്ങൾ വേണ്ടി വന്നിരുന്ന ആ വിവാഹമൊക്കെ വളരെ മംഗളകരമായ രീതിയിൽ നടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമയവുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന ഇടവം രാശിയിൽപ്പെട്ട ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് മുന്നോട്ടുള്ളത്. ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നൽകും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളും ശുക്രൻ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നൽകും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഇടവം രാശിക്കാരും നിങ്ങളുടെ ജാതകപ്രകാരമുള്ള ദശാകാലവും ശുക്രൻ്റെ ഭാവവും സ്ഥിതിയുമൊക്കെ മനസ്സിലാക്കി ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന സമയമാണ്, ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം. ഈ ഒരു കാലഘട്ടം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമാണെന്ന് നിസ്സംശയം പറയാം. നിങ്ങൾക്ക് ഈ ശുക്രൻ ജൂലൈ 26 മുതൽ നിങ്ങളുടെ രാശിയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ സൗഭാഗ്യങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. കാരണം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. നിങ്ങളുടെ രാശ്യാധിപൻ്റെ രാശിയിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയം, ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടം. നിങ്ങൾക്ക് ഈ ഒരു സമയം ഈശ്വരാനുഗ്രഹം അത്രമേൽ വന്നു ചേരുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്. കാരണം മിഥുനരാശിക്കാരായ നിങ്ങൾക്ക് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളുടെയും നല്ല പ്രവൃത്തികളുടെയും ഗുണഫലമൊക്കെ ശുക്രൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും. പൂർവിക വഴിയിൽ പൂർവികർ ചെയ്ത നന്മകളുടെ ഫലവും എല്ലാം നിങ്ങളെ തേടി വരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടവും, അതുപോലെ പണം വരുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ശുഭ ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമായിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരുന്ന സമയം. മിഥുനരാശിയിൽപ്പെട്ട പലരും വിദേശ യാത്ര നടത്തുന്ന, ഒരു വിദേശ ജോലിയുമായിട്ട് ആ വിദേശ യാത്ര നടത്തുന്ന സമയം ജൂലൈ 26 ശേഷം ആരംഭിക്കും. അതൊരു ശുഭ ചിലവാണ്. കുടുംബത്തിൽ വിവാഹം നടക്കുന്ന സമയം അത് ഒരു ശുഭചിലവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ പലരെയും സംബന്ധിച്ച് മിഥുനരാശിക്കാർക്ക് കാലാകാലങ്ങളിലായി ഉണ്ടായിരുന്ന ഭൂമി വാങ്ങണമെന്ന ആഗ്രഹം, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കണമെന്ന ആഗ്രഹമൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിക്കുക, ഇതൊക്കെ ഏറ്റവും ഉത്തമമായ ശുഭകരമായിട്ടുള്ള ചിലവുകളാണ്. അതുപോലെ മിഥുനരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശത്ത് പഠനം അല്ലെങ്കിൽ ഉയർന്ന കോഴ്സുകൾക്ക് ചേരുക, അതിനുവേണ്ടി പണം കൈകളിൽ ലഭിക്കുക, അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടവുമാണ്. എല്ലാ തരത്തിലും മിഥുനരാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ വളരെ അനുകൂലമാണ്. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് മിഥുനരാശിക്കാർക്ക്. അത്രയും സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല മാറ്റങ്ങൾ നൽകും. ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ടുള്ള ഭാഗ്യവും ഈ കാലത്തുണ്ടാകും.
നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ യാത്രകൾ അനുഭവത്തിൽ വരിക, ആ യാത്രകളിൽ കൂടെ നിങ്ങൾക്ക് നേട്ടം അനുഭവത്തിൽ വരിക, ഇതൊക്കെ ശുക്രൻ നിങ്ങൾക്ക് നൽകുന്ന ഒന്ന് തന്നെയാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തുകയും ഈശ്വരാധീനം അത്രമേൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. മിഥുന രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന ഒരു സമയമാണ്. അവരുടെ സന്താനങ്ങളെ കൊണ്ട് അനുഭവ യോഗം ലഭിക്കുന്ന കാലഘട്ടമാണ് മിഥുനരാശിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. കാരണം ശുക്രൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രമേൽ ശുഭച്ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ നൽകുന്ന ഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം ചിലവുകൾ വരുന്ന സമയമാണ്. ആ ചിലവുകളൊക്കെ ശുഭച്ചിലവുകളായിട്ട് മാറുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത്രമേൽ ഒരു ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടം. ധാരാളം ധനം, നമുക്കൊരു നല്ല രീതിയിലുള്ള ധനവരം ഉണ്ടെങ്കിലാണ് നമുക്ക് ശുഭകരമായിട്ടുള്ള ചിലവുകളാണെങ്കിലും നടത്തുവാൻ സാധിക്കുന്നത്. മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള യോഗം ലഭിക്കുന്ന ഒരു സമയവുമാണ്. കാരണം ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹം. മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു കാലഘട്ടവും ഒരു സമയവുമാണ്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ശുക്രൻ അത്രമേൽ ശുഭത്വം ജൂലൈ 26 മുതൽ നൽകും. ഈ ഒരു കാലഘട്ടം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ നോക്കി ജാതകവശാൽ നടക്കുന്ന സമയവും കാലവും ശുക്രൻ്റെ സ്ഥിതിയുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രരാശി മാറ്റം നിങ്ങൾ മിഥുനരാശിക്കാർക്ക് സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം ഏറ്റവും ഐശ്വര്യങ്ങൾ നൽകുന്ന ഒന്നാണ്. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ ഒരു പാപഗ്രഹമാണ്. ശുക്രൻ യാതൊരു ഗുണഫലവും നൽകാത്ത രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് ഇത്ര ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ശുക്രൻ നിങ്ങൾക്ക് ഉപജയസ്ഥാനത്തെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനമായ 11ാം ഭാവത്തിൽ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ഒരു രാശിക്ക് പാപനായ ഗ്രഹം 11ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആ ഗ്രഹത്തിൻ്റെ പാപത്വം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ആ ഗ്രഹം എന്താണോ ദോഷഫലങ്ങൾ നൽകേണ്ടത് അതിന് നേർവിപരീത ഫലം നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം അത്രമേൽ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം അനുഭവത്തിൽ വരുന്ന ഫലം എന്താണെന്ന് നോക്കിയാൽ, നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, നിങ്ങളുടെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് തെളിയുന്ന സമയം, നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കുക, നിങ്ങൾക്ക് ആത്മവിശ്വാസം വന്നു ചേരുക, നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എടുക്കുന്ന സമയമാണ്. പല ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർ, അതുപോലെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കൊരു സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർ, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ പലരും പലതരം പ്രതിസന്ധികൾ, ഇപ്പോൾ ജോലി മാറ്റം ആവശ്യമുണ്ടോ, ജോലി മാറണോ, അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതിയോ, ഇങ്ങനെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല തീരുമാനമെടുക്കാൻ സാധിക്കുകയും അത് നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ ജോലിയിൽ വളരെ ഗുണഫലം നൽകുകയും ചെയ്യും. ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികളെ സംബന്ധിച്ച് ബിസിനസ് വിപുലീകരിക്കുവാനും ആ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല മാറ്റങ്ങൾ നടത്തുവാനും നല്ല ധനവരവ് അതുമൂലം സ്വന്തമാക്കുവാനുമൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടം, സമയമാണ്. പ്രധാനമായി ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ അധിപതിയാണ്. നിങ്ങൾ ഏത് ജോലി, ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അതിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ നല്ല രീതിയിൽ ഉയരുന്ന സമയം, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ കൂടെ ധാരാളം ധനവരവ് ലഭിക്കുന്ന സമയം, കാലാകാലങ്ങളായി ലഭിക്കാതിരുന്ന ആ ജോലി ലഭിക്കാതിരുന്ന ഒരു പദവി ഉയർച്ച, സ്ഥാനമാറ്റം, ഇടം മാറ്റം, ശമ്പള വർധനവ്, അതുപോലെ വിദേശ ജോലി ഭാഗ്യം എല്ലാം നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ട് നല്ല നേട്ടങ്ങളാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. അതുപോലെ മാനസികമായിട്ട് സുഖം, സമാധാനം, സന്തോഷം, കർമ്മസംബന്ധമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറും. 11ൽ ശുക്രൻ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങളാൽ സാധിക്കും.
ലൗകിക ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം ധനം, പണം വന്നു ചേരുന്ന സമയം. അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേർന്നിരുന്ന പണം നിങ്ങൾക്കൊരു നല്ലൊരു സമ്പാദ്യമായിട്ട്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ നല്ലൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന അവസ്ഥ, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പൂർണ്ണ വിജയം, ഇതൊക്കെ ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ നൽകും. ഈ സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ശുക്രൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, ആ പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനും അതുമൂലം ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ്. അപ്രതീക്ഷിതമായ ധനാഗമം ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾ ഓരോരുത്തരും, ചിങ്ങം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികളും നിങ്ങൾ ജാതകപ്രകാരം നോക്കുമ്പോൾ പല ലഗ്നത്തിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജാതകം കൂടെ നോക്കി നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിന് ശുക്രൻ ശുഭനാണോ പാപനാണോ, അതുപോലെ ശുക്രദശ നടക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമാണ്. ഈ ഒരു സമയം അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും സാധിക്കും. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ ജൂലൈ 26 മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങൾക്കത് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനമായിട്ട് വരുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകൂ. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വമംഗളങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ബുധൻ. ബുധൻ്റെ രാശിയാണ് മിഥുനവും കന്നിയും. അപ്പോൾ നിങ്ങളുടെ കന്നിരാശിയുടെ അധിപനായ ബുധൻ്റെ മറ്റൊരു രാശിയായ മിഥുനത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങൾക്കത് 10ാം ഭാവമായ കർമ്മസ്ഥാനം, ജീവനസ്ഥാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം കന്നിരാശിക്കാരായ നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ്, അതുപോലെ ധനത്തിൻ്റെ അധിപതിയുമാണ്. അപ്പോൾ ശുക്രൻ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം കർമ്മസംബന്ധമായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. കാരണം കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധൻ തന്നെ നിങ്ങൾക്ക് കർമ്മകാരകൻ, ജീവനസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ആ ജീവനസ്ഥാനത്തിൻ്റെ, കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയുടെ രാശിയിലേക്ക് ഭാഗ്യാധിപതിയായ ശുക്രൻ വരുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ വിജയങ്ങൾ, സുഖാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. കന്നിരാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണ് ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നത്, ആ വ്യക്തിയെ സംബന്ധിച്ച് ജൂലൈ 26 ശേഷം പരിശ്രമിച്ചോളൂ. നിങ്ങളുടെ യോഗ്യതയ്ക്കും ആഗ്രഹങ്ങൾക്കും ആ കഴിവിനുമനുസരിച്ച് നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൊരു മാറ്റം ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ജോലിയിലൊരു മാറ്റം, ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന കന്നിരാശിക്കാർക്ക് സമയം അത്യുത്തമമാണ്. നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ, പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുവാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. ഒരു ബിസിനസ് നടത്തുന്നവർക്ക് മറ്റൊരു ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ സംരംഭം, സ്ഥാപനമൊക്കെ തുടങ്ങുവാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കൂടുതലും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖല പുഷ്ടിപ്പെടുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഭയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ കർമ്മം മൂലം നിങ്ങൾക്ക് നല്ല ധനവരുമാനം ലഭിക്കും. ഇത്രയും നാളും നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലെ തൊഴിലിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു ധനനേട്ടം, ഒരു പണം സംബന്ധമായിട്ടുള്ള ഉയർച്ച ധാരാളമായി വന്നു ചേർന്ന് ഒരുപാട് നേട്ടങ്ങൾ വരും. ശുക്രൻ ഭാഗ്യാധിപതി ആയതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് അവരവരുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള നല്ല ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം ലഭിക്കുക. മറ്റു ചിലരെ സംബന്ധിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഭൂമി, ഗൃഹ യോഗം, വണ്ടി, വാഹന യോഗങ്ങൾ വന്നു ചേരുക, ആഗ്രഹിക്കുന്ന അനുയോജ്യമായ മംഗല്യ ഭാഗ്യം ലഭിക്കുക. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നല്ല നല്ല ഭാഗ്യാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ചും ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ധനത്തിൻ്റെ, പണത്തിനെ കുറിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ കടബാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കന്നിരാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ആ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കുവാനുള്ള ഒരു മാർഗം തീർച്ചയായിട്ടും മുന്നോട്ട് വന്നു ചേരും.
നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും കൂടെ ഒറ്റ ഒരു രീതിയിൽ പരിഹരിക്കും എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മാർഗവും പടിപടിയായിട്ട് ആ സാമ്പത്തിക പ്രതിസന്ധിയെ, കടബാധയെ കുറയ്ക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു വഴിയും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അത്രയും നിങ്ങൾക്ക് സമയം ഉത്തമം. നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില മംഗളകാര്യങ്ങൾ ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി സംഭവിക്കും. അതുപോലെ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിൽ, അതുപോലെ ദാമ്പത്യത്തിലൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സമാധാനക്കേടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതം ഉത്തമമായി മുന്നോട്ട് പോകും. സ്വന്തം ബന്ധങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളും ഈ സമയത്ത് വിട്ടുമാറി ആ ലൗകിക ജീവിതത്തിലൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ നല്ല വില നൽകുന്ന കാലം. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ സ്വീകരിക്കുന്ന സമയം, നിങ്ങൾ പറയുന്ന വാക്ക് നിങ്ങൾക്ക് പാലിക്കാൻ പറ്റുന്ന കാലം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് കന്നിരാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങളൊക്കെ ഈ ശുക്രരാശി മാറ്റം നൽകും. കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും, കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിരയിൽ നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകം കൂടി ഈ സമയം നോക്കി, ജാതകവശാൽ ശുക്രദശ ആർക്കെങ്കിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം അത്രമേൽ ഐശ്വര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈയൊരു രാശിമാറ്റത്തോടുകൂടി ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വരുന്ന സമയമാണ്. പൊതുവെ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ എന്ന് പറയുന്നത്. തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും. ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ബുധനാണ് ഭാഗ്യാധിപതി. ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് രാശിയുടെ അധിപൻ തന്നെ വന്നെത്തിച്ചേരുന്ന അത്യുത്തമമായ ഒരു കാലഘട്ടം, സമയം. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് പൂർണ്ണശുഭനും അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. അഷ്ടമമെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾ മാത്രമല്ല, മറഞ്ഞിരിക്കുന്ന നന്മകൾ, പോസിറ്റീവിനെ കുറിക്കുന്ന ഭാവവുമാണ്. അപ്പോൾ ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയം. കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രതിഫലിക്കും. ആരോഗ്യപരമായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ, അതിനുവേണ്ടി കുറച്ച് അധിക കാലമായി ചികിത്സകൾ നടത്തി വരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയം. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും എന്നർത്ഥം. എല്ലാ കഷ്ടതകളിൽ നിന്നും നിങ്ങൾ മുക്തരാകുന്നൊരു സമയമെന്ന് ഒറ്റ വാക്കിൽ പറയാം. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അത്രമേൽ ബുദ്ധിമുട്ടിക്കുന്ന തുലാം രാശിക്കാരുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് ശുക്രരാശി മാറ്റം. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാനായിട്ടുള്ളൊരു മാർഗം, ഒരവസരം, ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടം, സമയവുമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ലഭിക്കും. നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്ന കാലതാമസം, തടസ്സം, പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം, സ്നേഹം വരുന്ന സമയം. അതുപോലൊരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്ക് അത്യുത്തമമായ സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത പങ്കാളി ലഭിക്കുന്ന സമയമാണ്. ശുക്രൻ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നൽകും. ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ആ ഗൃഹത്തിൻ്റെ, വീടിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. മറ്റു ചിലരെ സംബന്ധിച്ച് സ്വന്തമായി ഭൂമി വാങ്ങുവാൻ, ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടം. അപ്രതീക്ഷിതമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വണ്ടി വാഹന യോഗങ്ങളും ഈ ഒരു സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് നൽകും. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും.
ഒരു വിദേശത്ത് ജോലിക്ക് പരിശ്രമിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ജൂലൈ 26-ന് ശേഷം നിങ്ങൾക്ക് ആ വിദേശ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ആ വിസ സംബന്ധമായിട്ടുള്ളതോ മറ്റ് പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന സമയം. തുലാം രാശിയിൽപ്പെട്ട വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയിൽ ആ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ വിട്ടുമാറും. തുലാം രാശിയിൽപ്പെട്ട ചില വ്യക്തികൾ ഒരു വിസിറ്റിംഗ് വിസയോ അല്ലെങ്കിൽ അതുപോലുള്ള രീതിയിലൊക്കെ ഒരു ജോലിക്കായിട്ട് വിദേശത്തൊക്കെ എത്തിച്ചേർന്നവർ ധാരാളമാണ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു നല്ലൊരു ജോലി ലഭിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങൾ. അവരെ സംബന്ധിച്ച് ജൂലൈ 26-ന് ശേഷം നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും അത്യാവശ്യം വേണ്ട ഒരു ധനവരുമാനമൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ കാലസമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടതായിട്ടില്ല. തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലിയിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും ആരോഗ്യത്തിലും പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും വിവാഹത്തിലുമൊക്കെ ഈ ശുക്ര സാന്നിധ്യം വളരെയധികം പ്രതിഫലിക്കും. ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം നൽകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശുക്രദശയാണോ നടക്കുന്നത്, ശുക്രൻ ജാതകത്തിൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം നിങ്ങൾക്ക് വളരെ വളരെ അനുകൂലമായി വന്നു എന്ന് തന്നെ പറയാം. കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി തന്നെ ബുധനാണ്. ആ ബുധൻ നിങ്ങൾക്ക് ശുഭനാണ്. ആ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ ആ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയുടെ രാശിയിലേക്ക് നിങ്ങളുടെ സുഖസ്ഥാനത്തിൻ്റെ അധിപതിയായ ശുക്രൻ വരുന്നു എന്നുള്ളതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ച് വന്നുകൊണ്ടിരുന്ന കഷ്ടതകളൊക്കെ പറയണമെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും പോരാ. കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു വരുന്നവരാണ് കുംഭം രാശിക്കാർ. ഓരോരുത്തർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ. ഇതുമാത്രമാണ് വ്യത്യാസം. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഇത്രയും കാലം ജീവിതത്തിൽ ലഭിക്കാതിരുന്ന ഒരു സുഖം നിങ്ങൾക്ക് ലഭിക്കും. അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുന്ന സമയം. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട അവസ്ഥ, അതിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തി ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു ആരോഗ്യം വീണ്ടെടുത്ത് നിങ്ങൾ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. ഏറ്റവും അധികം സുഖാനുഭവം ലഭിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖം ലഭിക്കണമെങ്കിൽ അത് മാനസികവും ശാരീരികവുമായിട്ട് ലഭിക്കുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. അതിന് ശാരീരികപരമായി നല്ല ആരോഗ്യമുണ്ടാകണം, ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറണം, സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകണം, അവനവൻ്റെയും അവനവൻ്റെ കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ നടത്താനുള്ള ധനവരുമാനം ഉണ്ടാകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു സമാധാനം, സുഖം. വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, പരസ്പര സ്നേഹം ഉണ്ടാകണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലും സുഖം ലഭിക്കുന്നത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെട്ട് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സന്തോഷം ലഭിക്കും. കുടുംബ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ ഉണ്ടായിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. ആരോഗ്യപരമായ മുന്നേറ്റമുണ്ടാകും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയാണ്, നിങ്ങളുടെ ജോലിയെ കുറിക്കുന്ന ഗ്രഹം. കുംഭം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ ഇപ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥയുള്ളത് അവരെ സംബന്ധിച്ച് ജൂലൈ 26-ന് ശേഷം നിങ്ങളുടെ കഴിവിന് അനുസരിച്ചിട്ടുള്ളൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങൾ ഇതൊക്കെ വിട്ടുമാറി ആ ജോലി ചെയ്യുന്ന ഇടം, ആ കർമ്മ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ആ കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച, പണവരവ് ഒക്കെ വന്നു ചേരുന്ന സമയം.
വിദേശത്തേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്ന കുംഭം രാശിക്കാർക്കും സമയം വളരെ ഉത്തമമാണ്. ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും. അതുപോലെ ഇപ്പോൾ വിദേശത്തുള്ള കുംഭം രാശിക്കാരെ സംബന്ധിച്ചും ആ ജോലിയിൽ കർമ്മത്തിലുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറും. നിങ്ങളിൽ പലർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുതിയ ജോലി ലഭിക്കുന്ന സമയം ജൂലൈ 26-ന് ശേഷം ആരംഭിക്കും. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളത് ലഭിക്കും. ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇപ്പോഴുള്ള ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു നല്ല ഒരു സാധ്യത നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിലേക്കോ സ്ഥാപനത്തിലേക്കോ ഒക്കെ ജോലി മാറാൻ പറ്റുന്ന സമയം. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്കൊക്കെ ജോലി മാറ്റത്തിന് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. അതുപോലെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം അപ്രതീക്ഷിതമായി പുതിയ തൊഴിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് വരുന്ന ആ തൊഴിൽ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഒന്ന് വിപുലീകരിക്കുവാനുള്ള ഒരു അവസരങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നന്മകളാണ്. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയവും കാലവുമാണ്. ബുധൻ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി ആയതുകൊണ്ട് ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ നിങ്ങളിൽ പലർക്കും അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. എല്ലാവിധത്തിലുള്ള നന്മകളും ഈ കാലഘട്ടത്തിൽ കുംഭം രാശിക്കാർക്ക് ലഭിക്കും. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചു വന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന സമയമാണ്. സന്താനപരമായിട്ടുണ്ടായിരുന്ന കുട്ടികളെ പറ്റിയുള്ള ആശങ്കകൾ, ആകുലതകൾ, വേവലാതികൾ വിട്ടുമാറും. അവരവരുടെ കുട്ടികൾക്കൊക്കെ നല്ല ഉയർച്ച എല്ലാ തരത്തിലും അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ടൊരു നല്ല യോഗം, ഗുണഫലം ലഭിക്കുന്ന സമയമാണ് കുംഭം രാശിക്കാർക്ക്. എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വളരെ വളരെ ലഭിക്കുന്ന സമയം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ മംഗളകരമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ചവർ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശമുള്ള സമയം, കാലം, അതുപോലെ ശുക്രൻ്റെ ഭാവവും സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.